ഹായ് ആസ്പിരൻസ്, 2026-ലെ CET അപ്ലിക്കേഷൻ കൊടുക്കാനുള്ള സമയം നോട്ടിഫിക്കേഷൻസ് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് ജനറലി CET ആസ്പിരൻസ് വരുത്തുന്ന കുറച്ച് ചെറിയ മിസ്റ്റേക്സ് ഉണ്ട്. അപ്പോൾ അത് നമ്മൾക്ക് വരാതിരിക്കാൻ വേണ്ടി നമുക്ക് ശ്രദ്ധിക്കാം. അതിനെ പറ്റിയുള്ള ഒരു വീഡിയോ ആണിത്. അപ്പോൾ ഫസ്റ്റ് എന്ന് പറയുന്നത് ഏറ്റവും വലിയ മിസ്റ്റേക്കായിട്ട് നമ്മൾ നോക്കുന്നത്, നമ്മളിവിടെ ഉള്ളവർ ഭയങ്കര ലേറ്റായിട്ടാണ് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മൾ അക്കാഡമിക്സ് ഒക്കെ നോക്കി വരുമ്പോഴത്തേക്കും +2 ഒക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ പലരും പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത്. ഈ സമയം കൊണ്ട് നോർത്തിലൊക്കെ +1 തൊട്ടേ പഠിക്കുന്ന കുട്ടികളുണ്ട്. അപ്പോൾ അവരുമായിട്ടാണ് നമ്മൾ കോമ്പറ്റീറ്റ് ചെയ്യുന്നത്. അപ്പം നമ്മൾ പൊതുവേ ലേറ്റായി എന്ന് വെച്ച് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട, അതിലുള്ള സ്ട്രാറ്റജിയും കൂടെ നമ്മൾ പറയുന്നുണ്ട്. പിന്നെ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട കാര്യമാണ് NCERTs ഡൊമെയിൻ സബ്ജക്റ്റുകൾ പഠിക്കുന്ന കുട്ടികളുടെ, ഇപ്പോൾ ഹിസ്റ്ററി, എക്കണോമിക്സ് അങ്ങനെയുള്ള സബ്ജക്റ്റുകളൊക്കെ NCERT ബുക്ക് തറവായിട്ട് വായിക്കുക. അപ്പം തന്നെ നമ്മൾക്ക് സിലബസിലൊരു അപ്പർ ഹാൻഡ് ഉണ്ടാവും. പിന്നെ രണ്ടാമത്തെ ഒരു മിസ്റ്റേക്ക് എന്നുള്ളത്, സിലബസിനെ പറ്റിയിട്ടുള്ള ഒരു അവയർനെസ് നമ്മുടെ ആസ്പിരൻസിന് അത്ര ഇല്ല. അപ്പോൾ നിങ്ങൾ പഠിക്കാൻ പോകുമ്പോൾ നിങ്ങൾ സ്റ്റഡി റൂമിലിരിക്കുമ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, നിങ്ങളുടെ സബ്ജക്റ്റിൻ്റെ സിലബസിൻ്റെ ഒരു പ്രിൻ്റ് എടുത്ത് നിങ്ങൾ പഠിക്കാൻ പോകുന്ന റൂമിൻ്റെ എവിടെയെങ്കിലും ഒട്ടിച്ച് വെക്കേ, ബുക്കിൽ വെച്ചാൽ നോക്കി കറക്റ്റ് പഠിച്ചു പോവാം. അപ്പം നമുക്ക് ട്രാക്ക് ഡൗൺ ചെയ്യാൻ എളുപ്പമായിരിക്കും. പിന്നെ ഉള്ള വൺ ഓഫ് ദ മെയിൻ ഫാക്ടർ എന്ന് പറയുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നതാണ്. ഒരു 4-5 കൊല്ലത്തെ ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്കൊരു ഐഡിയ കിട്ടും. ഈ എക്സാം ഇങ്ങനെ പഠിച്ചാൽ മതി, അല്ലെങ്കിൽ എന്തൊക്കെ കവർ ചെയ്യണം എന്നുള്ള ഒരു ഐഡിയ കിട്ടും. അപ്പോൾ നമ്മൾ മിസ് ചെയ്യാണ്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് എന്ത്, പ്രീവിയസ് ഇയർ അനലൈസ് ചെയ്യുക. നമ്മൾ എക്സാം അടുക്കുന്നതിൻ്റെ മുന്നെയാണ് സാധാരണ എല്ലാവരും മോക്ക് ടെസ്റ്റ് ചെയ്യുന്നത് കണ്ടു തുടങ്ങുന്നത്. പക്ഷെ അതൊരു മിസ്റ്റേക്കാണ്. നമ്മൾ പഠിക്കുന്നതിനോടൊപ്പം തന്നെ നമ്മൾ എന്ത് ചെയ്യണം, മോക്ക് ടെസ്റ്റുകൾ എടുത്തു തുടങ്ങണം. സാധാരണ 1 അവറിൻ്റെ എക്സാമാണ്, പക്ഷെ നമ്മൾ മോക്ക് ടെസ്റ്റ് എടുക്കുമ്പോൾ എന്ത് ചെയ്യണം, 55 മിനിറ്റിൻ്റെ CBT എക്സാം തന്നെ നമ്മൾ ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടെ സ്പീഡാവും. അത് നമ്മൾ ഇൻ ഫ്യൂച്ചറിലുള്ള എക്സാമിന് നമുക്ക് കറക്റ്റായിട്ട് എഴുതാൻ വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യും. സോ ഈ കുട്ടി മിസ്റ്റേക്സ് ഒക്കെ നമുക്കിനി വരുത്തരുത്, അതൊന്ന് ശ്രദ്ധിച്ചേക്കാം. ഓക്കെ, താങ്ക് യു.